എന്താണ് അച്ഛനും മോളും കൂടി ഒരടക്കം പറച്ചില്? ചത്തുപോയ പത്മയെ രക്ഷിക്കാനുള്ള കുറുക്കൊഴി വല്ലതാണോ? അതോ ഇനി അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ പരാജയം കാണാൻ എത്ര നാൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന ചർച്ച വല്ലതാണോ? ഏയ് കമോൺ, അഞ്ജലി വക്കീലേ, ഒന്നും പറയാനില്ല ഇപ്പോ. ദേ ഇവര് പറഞ്ഞ് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാ. കോടതി ചേരുന്നതിന് മുമ്പ് ഇതേ എടുത്തു വെച്ച് സാറിനെ കണ്ടപ്പോഴുള്ള ആവേശമൊന്നും ഇപ്പൊ മുഖത്ത് കാണുന്നില്ലല്ലോ. എന്തു പറ്റി? തോൽവി എന്താണെന്ന് അറിയാത്ത അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ തോൽപ്പിക്കാൻ വന്നിട്ട് സ്വയം തോറ്റുപോയതിന്റെ ജാള്യതയായിരിക്കും സാർ. ഹേ, ഇതൊന്നുമല്ല. നമ്മൾ ഈ അണ്ണാക്കി പിരിവെട്ടിന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഏതാണ്ട് ഒരു അവസ്ഥയിലാ. പഴയ വക്കീൽ ശിവരാമകൃഷ്ണനും പുതിയ വക്കീൽ അഞ്ജലി ശിവരാമകൃഷ്ണനും. വക്കീലേ മതി. ഇപ്പൊ തന്റെ മുഖത്ത് കാണുന്ന ഈ ചിരിയുണ്ടല്ലോ, അർഹതയില്ലാത്തവൻ ചതിയിലൂടെ എല്ലാം നേടിയെടുത്തിട്ട് ചിരിക്കുന്ന ഈ ചിരി, ഇതിന് ഇനി അധികം നാൾ ആയുസുണ്ടാവുമെന്ന് കരുതണ്ട. നേരത്തെ കോടതിയിൽ നിന്ന് കാറ് കയറിപ്പോയ രാഘവനുണ്ണി സാറും ശിഷ്യൻ PP ഹരീന്ദ്രനും സ്വന്തം വാചക കസർത്തും സാമർഥ്യമൊക്കെ കോടതിയിൽ കാട്ടിയിട്ടാണ് സ്വന്തം കക്ഷിയെ കേസിൽ നിന്ന് രക്ഷിച്ചതെങ്കില് അതിലൊരു അന്തസ്സുണ്ടായിരുന്നു. അതിനു മുതിരാതെ ആവലാധികാരിയായ പത്മയെ കായികമായി ഇല്ലാതാക്കിയിട്ട് ഈ കേസ് ഈസി ആയിട്ടങ്ങ് ജയിക്കാമെന്ന് കരുതിയെങ്കിലേ PP വക്കീലിന് തെറ്റിപ്പോയി. മതി മതി മതി, നിർത്ത്. കേസിലെ ഒന്നാം സാക്ഷിക്ക് ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചതിന് ഞാൻ എന്ത് പിടിച്ചു? അല്ല, നീ എന്താ അവളുടെ ചാവിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തല കെട്ടിവെക്കണോ? കെട്ടിവെക്കലല്ല, അതാണ് സത്യം. ഇതേ കോടതിയിൽ ഇതേപോലെ ഒരുപാട് കളികൾ കണ്ടവനാണ് ഞാൻ. പ്രത്യേകിച്ചും രാഘവനുണ്ണിയുടെ കളികൾ. ഒന്നാം സാക്ഷിയും വാദിയുമായ ആ പാവം പത്മയെ ഇല്ലാതാക്കിയതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ കേസ് ജയിക്കില്ല വക്കീലെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞേക്ക് രാഘവനുണ്ണിയോട്. അതെ, കോടതിയിൽ നിങ്ങൾ പറഞ്ഞ നട്ടാക്കുരുക്കാത്ത കള്ളമുണ്ടല്ലോ, പത്മയുടെ കൊലപാതകവുമായി കാർത്തിക്കിന് ഒരു ബന്ധമില്ലെന്ന്, അത് തെറ്റാണെന്ന് ഉടൻ ഞാൻ തെളിയിക്കും. താനോ തന്റെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ മറ്റൊരാൾ പത്മയുടെ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ വില്ലനെ ഞാൻ കണ്ടെത്തും. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും, ഉറപ്പാ. ബാക്കി നമുക്ക് അന്ന് സംസാരിക്കാം.